അങ്ങനെ ആ ദിവസം വന്നെത്തി. അതെ, ഞങ്ങൾ ഇത്ര കാലം താമസിച്ചുകൊണ്ടിരുന്ന വീട് ഷിഫ്റ്റിംഗ് ആണ്. ഈ വീട്ടിൽ ഞങ്ങൾ കുറേയധികം കാലം സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ്. ഞങ്ങൾ ഈ വീട്ടിൽ 3 കൊല്ലത്തോളമായി ജീവിച്ചു വരുന്നു. പക്ഷെ ഈ വീടിന് വലിയ പ്രത്യേകതകളൊന്നുമില്ല. എങ്കിൽ കൂടിയിട്ട് ഒരു പ്രത്യേകതയുണ്ട്. അതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞുതരാം, നിങ്ങൾ തന്നെ കണ്ടോളൂ. ഇതാണ് ഞാൻ പറഞ്ഞ പ്രത്യേകത. അതായത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മഴ കൊള്ളാൻ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. വീടിന്റെ അകത്ത് തന്നെ മഴ കൊള്ളാം. വീടിന്റെ നടുക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട് കേട്ടോ ഈ ഒരു പ്രത്യേകത. അപ്പൊ വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് ഓണർ വിളിച്ചതിനുണ്ടെങ്കിൽ അയാൾ എടുത്ത വഴിക്ക് പറയും വീട് മാറിക്കോളാൻ. അപ്പൊ ഇതൊക്കെ തന്നെ ഗതികേട് വാടകയ്ക്ക് താമസിക്കുന്നവരുടെ. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് തിന്നി മാറിപ്പോയിട്ടോ. അങ്ങനെ വീട് ഒതുക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് ആക്രി സാധനം കിട്ടി. അപ്പൊ അതുകൊണ്ടേ നമ്മൾ ഓക്രിക്കടയിൽ കൊടുക്കാനായിട്ടാ പോണത്. ഏത് വീട് മാറുമ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് ആക്രി സാധനങ്ങൾ ഒരുപാട് കിട്ടാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇതിൽ ഒരു വരുമാനം കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട് ഷിഫ്റ്റിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കട്ടോ. നമ്മുടെ മാമേനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത് കേട്ടോ. എത്ര ഒതുക്കിയിട്ട് ഒതുക്കാത്ത കുറെ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം. ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്ന ചിലർ കാണുന്നത് ഭയങ്കര പുച്ഛത്തോടെയാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ഈ വീടിന്റെ അടുത്ത് താമസിച്ചപ്പോഴാണ്. ഇവിടെയുള്ള എല്ലാവരും ഞങ്ങളെ പുച്ഛത്തോട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. വാടകയ്ക്കാരെന്ന് പറഞ്ഞാൽ അത്ര പുച്ഛമൊന്നുമല്ല. ഞങ്ങൾ കൊടുക്കുന്ന കാശ് കൊണ്ട് കഞ്ഞി പിടിച്ച് ജീവിക്കുന്ന കുറച്ച് പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. പൊതുവെ ഫോളോ ചെയ്തില്ലേ, ഫോളോ ചെയ്യും.